ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയോട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് കഥയിൽ സ്റ്റാർട്ട് ചെയ്യാം. അത് ഹീറോ ഇന്ത്യ ഗേൾ ആർമി ഗേളാണ്, ഹീറോ ഐഡലാണ്. എപ്പോഴും മതി നമുക്ക് ഹീറോ ആണ്. ഇതിൽ കഥ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. പ്രിയ അമ്മ നമ്മൾ ഗസ്റ്റ് ഹൗസക്ക് ഒരു കെ പോപ്പ് ഐഡലിൽ ഒരാൾ വരാൻ പോവാം. എന്താ കെ പോപ്പ് ഐഡലാ? ഏതാ കെ പോപ്പ് ഐഡാ? എടീ, മൊബൈൽ ഇരുന്നിട്ട് 25 മണിക്കൂർ നോക്കിയോണ്ടിരിക്കില്ലേ കെ പോപ്പ് ഐഡൽ? ആ, ഞാൻ എക്സോ നോക്കൂ, ബി ടി എസ് നോക്കൂ, ഏതാ മമ്മി പറയാ? എടീ മണ്ടി, ആരെ വരെ നിൽക്കുതാ ഈ താക്കോൽ കൂടെ പോ, പറത്തു പോ. അയ്യോ, ഈ അമ്മൻ്റെ ഒരു കാര്യം. അങ്ങനായിട്ട് പറത്തു വന്നു. ആരാ വരില്ലല്ലോ ഗസ്റ്റ് ഹൗസക്ക്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഒരു കാറ് വന്നു. കാറാ? ഏതാ നോക്കി. അതെ, ഒരു ഹാൻഡ്സമായ ഒരു ബോയ്. ആ കണ്ണ് നല്ല ക്യൂട്ടായിരുന്നു. അത് കണ്ണെടുക്കട്ടെ സീറ്റ് അടിക്കാൻ നോക്കി പ്രിയ. അയ്യോ, ഞാൻ ഇതെന്ന് നോക്കാം. അങ്ങനെ ജിൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എവിടെയാണുള്ളത്? ഓ, ഇവിടെയാണല്ലോ. അങ്ങനെ ജിൻ അവിടെ ഇറങ്ങി വന്ന വീട്ടിൽ അലസ്മി യെസ് ഗസ്റ്റ് ഹൗസ്. എന്നാ താക്കോൾ കൊടുത്തു. ജിന്നിക്ക് മനസ്സിലായില്ല ഇവളെന്ന് ഇങ്ങനെ നോക്കുന്നത്. അയ്യോ, ഇവളൊരു ആൾ ശരിയില്ല. അങ്ങനെ ജിൻ്റെ അകത്ത് പോയി. അങ്ങനെ ജിന്ന് വിട്ടുപോയി. വീട്ടകത്ത് നോക്കി. ഈ ഫോട്ടോസ് കാണുന്ന മാതിരിയാണ് വീട്. അങ്ങനെയായിട്ട് അകത്ത് പോയി ജിന്നു. അതെ, ജിന്നു വീട്ടിലായിരുന്നു. അങ്ങനെയായിട്ട് ഹലോ, ശുഗ, ഞാൻ എത്തിയിട്ടാ വീട്ടിലേക്ക് അങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് പ്രിയ അവിടുന്ന് ഓടിപ്പോയി വീട്ടിലേക്ക്. അമ്മ, ആരമ്മ വീട്ടിലൊക്കെ വന്നത്? ഏതോ ഒന്ന് അറിയില്ലടാ, പേരെന്തോ ഉണ്ട്, എനിക്കൊന്നും വായിൽ വരുന്നില്ല. അങ്ങനെ പറഞ്ഞു അമ്മ പോയി ഇവിടുന്ന്. ശരി. അങ്ങനെ ജിന്നിനെ വീട്ടിൽ പോയിട്ട് പ്രിയൻ്റെ അമ്മ വിളിച്ചു. ഡിന്നർക്ക് പോവാന്ന്. അത് ആൻറ്റി സോക്കെപ്പാ, നീ അകത്ത് പോവാന്ന്. അങ്ങനെയായിട്ട് ജിന്നു വീട്ടിലകത്ത് വന്നു. എടി പ്രിയ അമ്മ, എന്തിനാ അമ്മ പ്രിയ വിളിക്കാൻ? എടി ഞാൻ വരാം. അങ്ങനെയായിട്ട് ഫ്രണ്ട് സംസാരിച്ച് പ്രിയ ഇറങ്ങി വന്നു. ഡിന്നറുകളൊക്കെ പോയി കൊണ്ടുവരാം എന്ന് പറഞ്ഞായിരുന്നു. അമ്മ പറഞ്ഞു, പ്രിയ അടുക്കളയിൽ ബാക്കി സാധനങ്ങളുണ്ട്, കൊണ്ടുപോകാം പ്രിയ. അങ്ങനെ അടുക്ക് കൊടുന്നു. ഈ അമ്മയുടെ ഒരു അങ്ങനെ ഫുഡ് വിളമ്പായിരുന്നു. ഇങ്ങനെ യഥാർത്ഥം നോക്കി. ജിന്നിനെ അങ്ങനെ ഷോക്കായി പോയി. അയ്യോ ജിന്ന് ഉപ്പ. അങ്ങനെ ആയിട്ട് സൈറ്റ് അടിക്കാൻ തുടങ്ങി. ജിന്നുക്കും ഇവളൊന്നും നിങ്ങൾ നോക്കുക എന്ന് ജിന്നക്കും കൺഫ്യൂസായി. അങ്ങനെ ഫുഡെല്ലാം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഫുഡെല്ലാം കൊടുക്കാനായി. ഇങ്ങനെ ഫുഡ് എല്ലാവരും ഫാമിലിയായി ഫുഡ് കഴിക്കാം. പ്രിയാൻ്റെ അച്ഛനും അമ്മയും ഫുഡ് കഴിക്കുകയാണ്. അപ്പാണ് പ്രിയാൻ്റെ ഫ്രണ്ട് വന്നു. എടി പ്രിയ അതിനെ പ്രിയ വിളിച്ചോണ്ട് വന്ന് വീട്ടിൽ അതെല്ലാവരും തിരിഞ്ഞു നോക്കി. പ്രിയാൻ്റെ അച്ഛൻ പിന്നെ ജിന്നു നോക്കി. ജിന്നിനെ നോക്കിയിട്ട് റോസക്ക് ഷോക്ക്. അയ്യോ, ഇത് ജിന്ന്, ഇത് ഒക്കെ അല്ലേ. അങ്ങനെ റോസിന് പുറകിൽ ഒരു ചെക്കൻ വന്നു. എടി ഒരു മണ്ടി റോസ്, നീ എന്താടി ഇവിടെ ചെയ്യുക? അർജുൻ അങ്ങോട്ട് നോക്കടാ. എങ്ങോട്ട്? അർജുനക്ക് ഷോക്ക്. എന്നിട്ട് ഇരിക്കണ രണ്ടുപേർക്കില്ലാന്നു. അയ്യോ വേദനിക്കുന്നു. അയ്യോ, ഇത് നേരാണല്ലോ. ഹലോ സാർ, എൻ്റെ പേര് അർജുൻ. ഹായ് സാർ, എൻ്റെ പേര് റോസ്. ഇപ്പം എന്താ ഇംഗ്ലീഷിൽ ചോദിച്ചു. ഓ ശരി. എടി പ്രിയനെ നോക്കാൻ. എടാ അർജുൻ പറയാ, അവളെ നോക്കടി ഇവിടെ.